കല്യാണ വീടുകളിലൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ചിക്കൻ കൊണ്ടാട്ടം ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇതിൻ്റെ റെസിപ്പി കിട്ടാനായിട്ട് എന്താ വഴിയെന്ന്. അങ്ങനെ തപ്പിപ്പിടിച്ച് ഞാൻ ഇതിൻ്റെ റെസിപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്നതിൽ കൂടുതലായിട്ട് ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് അവർ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു രഹസ്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് അതുകൂടെ ചേർത്തിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. ഇതുപോലത്തെ വെറൈറ്റി കുക്കിംഗ് വീഡിയോസും അതുപോലെ ക്ലീനിങ് വീഡിയോസുമാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ തൈര് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ നന്നായി അരമണിക്കൂറോളം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ വേണം ഇതിലേക്ക് ഇടാനായിട്ട്. ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ തന്നെ ചിക്കൻ ഒന്ന് കഴുകി ഊറ്റി വെക്കാം. ഈ ചിക്കനും ഈ മസാലയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല രീതിയിൽ 2 സൈഡും മൊരിഞ്ഞ് വരുന്ന രീതിയിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതേ ചീഞ്ചട്ടിയിലെ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ കറിവേപ്പില വറുത്ത് കൊടുക്കാം. കറിവേപ്പില വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കറിവേപ്പില വറുത്തെടുക്കുക. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ മാറിപ്പോകും. അപ്പോൾ ഒരു കിലുകില് സൗണ്ട് വരുന്ന സമയത്ത് നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. പൊരിക്കാൻ മാത്രമേ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ബാക്കി ഇത് ചെയ്തെടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനിയുള്ള പ്രോസസ്സ് മുഴുവൻ ചെയ്യുക. സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ മാത്രം ചില്ലി സോസ്, 1/4 ടീസ്പൂണോളം സോയ സോസ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾക്കിതിലേക്ക് ഒരു 6 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്ന വറ്റൽമുളകിൻ്റെ പൊടി, ചതച്ച മുളകാണ് ഇതിലെ എരിവ് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പോലെ ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലോ, കുറവ് മതിയെങ്കിൽ കുറവോ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയാണ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാപ്പൊടിയാണ്. അതായത് തേങ്ങാപ്പാലിൻ്റെ പൊടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ലേ, ഈ തേങ്ങാപ്പൊടിയാണ് നമ്മൾ ഈ ചിക്കൻ കൊണ്ടാട്ടത്തിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത്. കല്യാണ വീടുകളിലൊക്കെ ചിക്കൻ കൊണ്ടാട്ടത്തിൽ ഈ പൊടി ചേർക്കാറുണ്ട്. എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് ഒരു കല്യാണ വീട്ടിൽ ജോലിക്ക് പോകുന്ന ഒരിക്ക പറഞ്ഞു തന്നതാണ് കേട്ടോ. അങ്ങനെയാണ് അത് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച കാരണം കൊണ്ടാണ് എന്തായാലും ഒന്ന് വീഡിയോ ആക്കി കളയാമെന്ന് വിചാരിച്ചത്. നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ കൂടുതലും കുറച്ച് മധുരം മുന്തി നിൽക്കേണ്ടതുകൊണ്ട് ഞാൻ മധുരം അതനുസരിച്ച് ആഡ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ വീട്ടിലെ എരിവാണ് ഇഷ്ടമെങ്കിൽ അതനുസരിച്ച് കൂട്ടിയെടുക്കാം. ഇനി അതല്ല മധുരമാണ് വേണ്ടതെങ്കിൽ ആ ഒരു രീതിയിലും നമുക്ക് എടുക്കാം കേട്ടോ. നമ്മൾ ഈ ചിക്കൻ ലോലിപോപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന മസാലയും അതിലുള്ള ആ ഒരു മസാലയും ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ നല്ല വെളുത്ത എള്ളൊക്കെ ഇട്ടിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ നമ്മൾ ടേബിളിൽ സെർവ് ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ വിഭവങ്ങളായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ.